മലപ്പുറം എളങ്കൂരിൽ ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്താവിൽ നിന്ന് നേരിട്ടത് കടുത്ത പീഡനമെന്ന സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. ഭർത്താവ് പ്രവീൺ പലവട്ടം വിഷ്ണുജയുടെ കഴുത്തിന് കയറി പിടിച്ച് മർദ്ദിച്ചു. വിഷ്ണുജയ്ക്ക് സർക്കാർ ജോലി ഇല്ലെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചു. വിഷ്ണുജ അറിയാതെ മൊബൈൽ ഫോൺ നിരീക്ഷിച്ചു. വിഷ്ണുജയുടെ ഫോണിൽ നിന്ന് നേരത്തെ തന്നെ തെളിവുകൾ നീക്കം ചെയ്തതായും സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. അവള് കഴുത്തിനേറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവളൊരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യും. അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം. അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാളിങ്ങനെ ഫോണ് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അവളെ ഫോണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യും, മെസ്സേജസ് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു അയാള്. അറസ്റ്റിലായ പ്രഭിനെ മലപ്പുറം ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചു. വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഈ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഈ കുട്ടി അതിക്രൂരമായ പീഡനത്തിനാണ് ഭർതൃവീട്ടിൽ ഈ പ്രഭിൻ എന്ന് പറയുന്ന ആൾ അതിക്രൂരമായാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ്. അത് പലതരത്തിൽ എന്തൊക്കെയാണ് സുഹൃത്തുക്കൾ പറയുന്നത്? സുഹൃത്തുക്കളോടൊക്കെ ഈ വിഷ്ണുജ ഇത്തരത്തിൽ പീഡനം ഏൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ വിഷ്ണുജയുടെ മാതാപിതാക്കളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ഇന്ന് സുഹൃത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അവരോട് കൃത്യമായി കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൊബൈൽ ഫോൺ വാട്സപ്പ് ഉൾപ്പെടെ ലിങ്ക് ചെയ്തിരുന്നു. പ്രഭിന്റെ ഫോണുമായി ലിങ്ക് ചെയ്തിരുന്നു. അതായത് വിഷ്ണുജയുടെ ഫോണിൽ വരുന്ന വിവരങ്ങളെല്ലാം പ്രഭിന് അറിയുന്ന വിധത്തിൽ ഒരു സംശയകരമായ സാഹചര്യത്തിലാണ് ഈ വിഷ്ണുജയോട് പെരുമാറിയിരുന്നത്. ഒപ്പം തന്നെ മാനസികമായും ശാരീരികമായും വലിയ തോതിൽ പീഡനവും വിഷ്ണുജ നേരിട്ടിരുന്നു എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും വിഷ്ണുജ വീട്ടുകാരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസും അതിനനുസരിച്ചിട്ടുള്ള വകുപ്പുകളെല്ലാം ചേർത്ത് തന്നെയാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പീഡനവും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും മൊഴിയെടുക്കുന്നതിനുമായി പ്രഭിനെ ഇപ്പോൾ മലപ്പുറം ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡിവൈഎസ്പി TS സിനോജിനാണ് അന്വേഷണ ചുമതല. ഇപ്പൊ ഈ സുഹൃത്തുക്കളുടെ കൂടി ഇത്തരം മൊഴികൾ വരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന രീതിക്കനുസരിച്ച് അവയെല്ലാം വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് ഒരു 12 മണിയോടുകൂടി ഇന്ന് പ്രഭിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ശക്തമായ ഒരു അന്വേഷണ രീതി തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുതന്നെയാണ് വിഷ്ണുജ എന്തായാലും അതിക്രൂരമായ പീഡനത്തിനിരയായിരുന്നു എന്നുള്ളതാണ് വിഷ്ണുജയുടെ സുഹൃത്തുക്കളും ഈ ഘട്ടത്തിൽ പറയുന്നത്. കുടുംബത്തോട് പറയുന്നതിനേക്കാൾ ഉപരി വിഷ്ണുജ സുഹൃത്തുക്കളോട് താൻ ഭർതൃവീട്ടിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രഭിൻ എന്തായാലും കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.